ഇന്ന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ യൂണിറ്റായ ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ എറ ആ യൂണിറ്റിൽ നിന്നുള്ള ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് രാജാ റാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫുലെ, പണ്ഡിത രമാബായ്, ഇത്രയും പേരുടെ കാര്യങ്ങളാണ് ഇതിലിപ്പോൾ ഇന്നത്തെ പാർട്ട് 1 വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. താങ്ക് യു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. അടുത്ത നമ്മൾ 4th യൂണിറ്റ് ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ എറ അല്ലെങ്കിൽ ഇന്ത്യ പുതുയുഗത്തിലേക്ക്. AD 1612-16 കാലഘട്ടം. സൂറത്തിലെ ഒരു ദിവസം ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. ശവശരീരം ദഹിപ്പിക്കാനായി അകലെയുള്ള ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശവമഞ്ചത്തെ അനുഗമിച്ചുകൊണ്ട് 100 കണക്കിന് ആൾക്കാർ. പരേതൻ്റെ ഭാര്യയാകട്ടെ പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ആ സംഘത്തോടൊപ്പമുണ്ട്. വിവാഹ മണ്ഡപത്തിലേക്ക് എന്ന പോലെ ബന്ധുക്കളും തോഴിമാരും ചേർന്ന് അവളെ കൊണ്ടുപോകുന്നു. ശവശരീരം ചിതയിൽ വച്ചു. 3 വട്ടം വലം വച്ച് അവൾ ചിതയിൽ കയറിയിരുന്നു. എന്നിട്ട് ഭർത്താവിൻ്റെ ശിരസ് മടിയിൽ വച്ചു. ഭർത്താവിനോടൊപ്പം അവൾ താമസിക്കാൻ പോകുകയാണ്. അതാണ് വിശ്വാസം. ഉണങ്ങിയ വിറകുകൊള്ളികളും നെയ്യും എണ്ണയും അവൾക്കു ചുറ്റും കുമിഞ്ഞു. സുഗന്ധദ്രവ്യങ്ങൾ അവൾക്കുമേൽ വർഷിച്ചു. ചിതയ്ക്ക് തീ കൊളുത്തി. 10 വയസ്സിലധികം പ്രായമില്ലാത്ത അവൾ ഭർത്താവിനോടൊപ്പം താമസിച്ചിട്ടില്ല. എന്നിട്ടും ഭാര്യ എന്ന നിലയിൽ അവൾ ചിതയിലെരിഞ്ഞു. വില്യം ഫോസ്റ്റർ എഴുതിയതാണിത്. ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന ടെക്സ്റ്റിൽ 1583-1619 കാലഘട്ടത്തിൽ. അപ്പോൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി എന്ന ദുരാചാരത്തെക്കുറിച്ചാണ് ഈ മുകളിൽ വിവരിച്ചിരിക്കുന്നത്. ദിസ് ഈസ് എ ഡെസ്ക്രിപ്ഷൻ ഓൺ സതി. സതിയെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇത്. ദ അനീവൽ പ്രാക്ടീസ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി എന്ന അനാചാരത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇത്. സെവറൽ സച്ച് സോഷ്യൽ ഏവൽസ് ആൻഡ് പ്രാക്ടീസസ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇതുപോലെയുള്ള ഒരുപാട് സാമൂഹിക ദുരാചാരങ്ങളും പ്രാക്ടീസസും ഒക്കെ നിലനിന്നിരുന്നു. ക്യാൻ യു നെയിം സം ഓഫ് ദം? അതിൽ കുറച്ച് എണ്ണത്തിൻ്റെ പേരിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദ ഈവൽ പ്രാക്ടീസസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ ഏതൊക്കെയായിരുന്നു? ചൈൽഡ് മാരേജ്, അതായത് ശൈശവ വിവാഹം. പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, അതായത് വിധവകൾക്ക് പുനർവിവാഹം ചെയ്യാൻ അനുവദിക്കാത്തത്, അത് തടയുന്നത്. അതാണ് പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്. വിധവകൾക്ക് റീമാരേജ് ചെയ്യാൻ, പുനർവിവാഹം ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ഇതാണ് രണ്ടാമത്തത്. അടുത്ത ഹ്യൂമൻ സാക്രിഫൈസ്, മനുഷ്യരെ ബലി കൊടുക്കുക, അതാണ് ഹ്യൂമൻ സാക്രിഫൈസ്. അടുത്തത് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, പെൺ ഭ്രൂണഹത്യ. പിന്നെ ഏതാണ്? സ്ലേവറി അടിമത്വം. പിന്നെ ഏതൊക്കെ നിങ്ങൾക്കറിയാം? പിന്നെ ഇന്ത്യയിൽ നിലനിന്ന കേസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ, കേസ്റ്റ് സിസ്റ്റം, CASTE, കേസ്റ്റ് സിസ്റ്റം. പിന്നെ ഏതാണ്? ദേവദാസി സമ്പ്രദായം. ഇതൊക്കെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈവിൽസ് ആണ്, ഈവിൽ പ്രാക്ടീസസ് ആണ്. സെവറൽ റീഫോം മൂവ്മെൻറ്റ്സ് കെയിം അപ്പ് ഇൻ ദ 19th century ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദീസ് ഈവിൽ പ്രാക്ടീസസ്. അതായത് ഒരുപാട് റീഫോം മൂവ്മെൻറ്റ്സ് ഒക്കെ 19ാം സെഞ്ച്വറിയോട് കൂടി കടന്നു വന്നിരുന്നു. എന്തിനാണ്? ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദീസ് ഈവിൽ പ്രാക്ടീസസ്. ഈ അനാചാരങ്ങൾക്കെതിരെ പോരാടുവാൻ വേണ്ടിയിട്ട് ഒരുപാട് റീഫോം മൂവ്മെൻറ്റ്സ് ഒക്കെ 19ാം സെഞ്ച്വറിയോട് കൂടി കടന്നു വന്നിരുന്നു. സോഷ്യൽ കോൺഷ്യസ്നസ് that developed due to English education and rational thinking led to these reform movements. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും റാഷണൽ തിങ്കിങ്ങും കാരണം ഉയർന്നു വന്ന അല്ലെങ്കിൽ കടന്നു വന്ന സോഷ്യൽ കോൺഷ്യസ്നെസ്. എന്താണ് സോഷ്യൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ? സാമൂഹിക ബോധം. എന്ത് കാരണമാണ് ഈ സാമൂഹിക ബോധം ഡെവലപ്പ് ചെയ്തത്? സോഷ്യൽ കോൺഷ്യസ്നെസ് ദാറ്റ് ഡെവലപ്ഡ്. സോഷ്യൽ കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്തു. എന്ത് കാരണം? ഡ്യൂ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് റാഷണൽ തിങ്കിങ്. എന്താണ് റാഷണൽ തിങ്കിങ് എന്ന് വെച്ചാൽ യുക്തി ചിന്ത. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. അപ്പോൾ ഇത് രണ്ടും കാരണം ഉയർന്നു വന്ന സോഷ്യൽ കോൺഷ്യസ്നെസ്സിനാണ് എന്താണ് ലെഡ് ടു ദീസ് റീഫോം മൂവ്മെൻറ്റ്സ്. ഈ റീഫോം മൂവ്മെൻറ്റ്സിന് കാരണമായത് അല്ലെങ്കിൽ ഈ റീഫോം മൂവ്മെൻറ്റ്സിലോട്ട് നയിച്ചത്. ദ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ഈവിൽ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, ഫ്രീഡം ഓഫ് വുമൺ,
Spread of education and a sense of pride on Indian culture were the common features of these movements. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് മൂവ്മെൻറ്റ്സ്? ഈ പറയുന്ന റീഫോം മൂവ്മെൻറ്റ്സിൻ്റെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്താണ്? ദ പ്രൊട്ടസ്റ്റ് എഗൈൻസ്റ്റ് ദ ഈവിൽ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. അതായത് പ്രൊട്ടസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ കൂടി പഠിച്ചതാണ്. എന്താണ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രതിഷേധം. എന്തിനെതിരെയുള്ള പ്രതിഷേധം? ഈവിൽ കസ്റ്റംസ്. ഈവിൽ കസ്റ്റംസ് എന്ന് വെച്ചാൽ അനാചാരങ്ങൾക്കും. ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധവിശ്വാസം. അപ്പോൾ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെയുള്ള പ്രതിഷേധം. രണ്ടാമത്തത് എന്താണ്? ഫ്രീഡം ഓഫ് വുമൺ. സ്ത്രീ സ്വാതന്ത്ര്യം അല്ലേ? ഫ്രീഡം ഓഫ് വുമൺ. പിന്നെ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം. പിന്നെ ആൻഡ് എ സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം. സെൻസ് ഓഫ് പ്രൈഡ്, അഭിമാനബോധം. ഏതിനെക്കുറിച്ചുള്ള? ഓൺ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള. വേ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് മൂവ്മെൻറ്റ്സ്. ഇതാണ് ഈ മൂവ്മെൻറ്റ്സിൻ്റെ വളരെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ദ പ്രൊട്ടസ്റ്റ് എഗൈൻസ്റ്റ് ദ ഈവിൽ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, ഫ്രീഡം ഓഫ് വുമൺ, spread of education and a sense of pride on Indian culture. Let us familiarize with the important reform movements and leaders who initiated them. ഇതിന് നേതൃത്വം കൊടുത്ത ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സിനെ കുറിച്ചും പ്രധാനപ്പെട്ട റീഫോം മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് ഇനി പഠിക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് രാജാറാം മോഹൻ റോയെ കുറിച്ചാണ്. രാജാറാം മോഹൻ റോയ് ഹു ഗെയിൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നേടിയ ആളായിരുന്നു. ആര്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ഹു ഗെയിൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറയാം. സ്ട്രോങ്ലി കണ്ടം ദ ഈവിൽ പ്രാക്ടീസസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതിയെയും ചൈൽഡ് മാരേജിനെയും ശക്തമായി എതിർത്തിരുന്ന ഒരാളായിരുന്നു ആര്? രാജാറാം മോഹൻ റോയ്. അദ്ദേഹം വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നേടിയിരുന്നു. രാജാറാം മോഹൻ റോയ് ഹു ഗെയിൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്ട്രോങ്ലി കണ്ടംഡ് ശക്തമായി എതിർത്തിരുന്നു. ഏതൊക്കെ? ദ ഈവിൽ പ്രാക്ടീസസ് ലൈക്ക്. ഏതൊക്കെ ഈവിൽ പ്രാക്ടീസസ് ആണ്? ഏതൊക്കെ അനാചാരങ്ങളാണ്? ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ്. സതിയും ചൈൽഡ് മാരേജും ദാറ്റ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന. His campaign against Sati persuaded Lord William Bentinck, the British Governor General, to abolish Sati. അതായത് ഹിസ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് സതി എന്ന് വെച്ചാൽ സതിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. സതി എന്ന അനാചാരത്തിനെതിരെയുള്ള നമ്മുടെ രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങളാണ് ലോർഡ് വില്യം ബെൻറ്റിക്കിൻ, ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ടു അബോളിഷ് സതിയെ അബോളിഷ് ചെയ്യാൻ അല്ലെങ്കിൽ സതി നിരോധിക്കാൻ നമ്മുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായ വില്യം ബെൻറ്റിക്കിന് എന്താണ് പ്രേരിപ്പിച്ചത്, പെർസ്വേഡ് ചെയ്തത്. മനസ്സിലായോ? ഹിസ് ക്യാമ്പയിൻ എഗൈൻസ്റ്റ് സതി. അവരുടെ രാജാറാം മോഹൻ റോയുടെ സതിക്കെതിരെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളായിരുന്നു ലോർഡ് വില്യം ബെൻറ്റിക്കിനെ ഈ സതി നിരോധിക്കാൻ പ്രേരിപ്പിച്ചത്. ഓക്കെ, ഹി ഫൗണ്ടഡ് ബ്രഹ്മ സമാജ് to propagate his ideology and gave the message that the ideals of all religions are basically the same. അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഏത്? ബ്രഹ്മ സമാജ്. ബ്രഹ്മ സമാജ്. ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജി ആൻഡ് ഗേവ് മെസ്സേജ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ബ്രഹ്മ സമാജം. and gave the message that the ideals of all religions are basically the same. എല്ലാ മതങ്ങളും ഒന്നാണ്, ബേസിക്കലി അടിസ്ഥാനപരമായി ഒന്നാണ് എന്ന ഒരു ഐഡിയോളജി അദ്ദേഹം എല്ലാ പേർക്കും പകർന്നു നൽകി. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സതി അബോളിഷ് ചെയ്തത് ഏത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു? ലോർഡ് വില്യം ബെൻറ്റിക്ക് ആയിരുന്നു. പിന്നെ രണ്ടാമത് പഠിച്ചത് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? ബ്രഹ്മ സമാജ്. അദ്ദേഹം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ബ്രഹ്മ സമാജ്. നെക്സ്റ്റ്, ഹി സ്ട്രോങ്ലി ബിലീവ്ഡ് കേസ്റ്റ് സിസ്റ്റം ടു ബി ദ മേജർ സോഴ്സ് ഓഫ് ഡിസ്പാരിറ്റി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിലെ ഡിസ്പാരിറ്റിക്ക് കാരണമെന്ന് പറയുന്നത് ഈ ജാതി വ്യവസ്ഥ, കേസ്റ്റ് സിസ്റ്റം ആണ് എന്ന് അദ്ദേഹം ശക്തമായിട്ട് തന്നെ വിശ്വസിച്ചിരുന്നു.
ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റെനൈസൻസ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് ആരറിയപ്പെട്ടത്? രാജാറാം മോഹൻ റോയ്. ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റെനൈസൻസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ദ ലീഡർ ഓഫ് ഇന്ത്യൻ റെനൈസൻസ് ഹു അറ്റാക്ട് caste system ആൻഡ് കണ്ടംപ്ഡ് ഐഡോൾ വർഷിപ്പ്. അതായത് ഐഡോൾ വർഷിപ്പ് എന്ന് വെച്ചാൽ വിഗ്രഹാരാധന, വർഷിപ്പ് എന്ന് വെച്ചാൽ ആരാധന, ഐഡോൾ എന്ന് വെച്ചാൽ വിഗ്രഹം വെച്ചുള്ള ആരാധനയെയും കേസ്റ്റ് സിസ്റ്റം അതായത് ജാതി വ്യവസ്ഥയെയും എതിർത്തിരുന്ന ഒരു ഇന്ത്യൻ റെനൈസൻസ് ലീഡറായിരുന്നു ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ റെനൈസൻസ് ലീഡറായ സ്വാമി ദയാനന്ദ സരസ്വതി എന്തിനെയൊക്കെയായിരുന്നു ശക്തമായി എതിർത്തിരുന്നത്? കേസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ ആൻഡ് ഐഡോൾ വർഷിപ്പ്, പിന്നെ വിഗ്രഹാരാധനയും. ടു ഡിസെമിനേറ്റ് ഹിസ് ഐഡിയോളജി ഹി ഫൗണ്ടഡ് ആര്യ സമാജ്. എന്താണ് ഡിസെമിനേറ്റ് എന്ന് പറഞ്ഞാൽ? ഡിസെമിനേറ്റ് എന്ന് വെച്ചാൽ പ്രചരിപ്പിക്കുക അല്ലേ? ഹിസ് ഐഡിയോളജി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അതായത് ഈ സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഫൗണ്ട് ചെയ്തു? ഹി ഫൗണ്ടഡ് ആര്യ സമാജ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അദ്ദേഹം രൂപീകരിച്ചു. ഹി ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദാസ്, അതായത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. എന്താണ്? ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞ ആരാണ്? ഇന്ത്യൻ റെനൈസൻസ് ലീഡർ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതി എന്ന ഇന്ത്യൻ റെനൈസൻസ് ലീഡർ എതിർത്തിരുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഐഡോൾ വർഷിപ്പ് ആൻഡ് കേസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയും വിഗ്രഹാരാധനയും. പിന്നെ എന്താണ്? അദ്ദേഹം ഹി ഫൗണ്ടഡ് ഏതാണ്? ആര്യ സമാജ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അദ്ദേഹം ഫൗണ്ട് ചെയ്തു. എന്തിനാണ്? ടു ഡിസെമിനേറ്റ് ഹിസ് ഐഡിയോളജി, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഡിസിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വ്യാപിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹി ഗേവ് ദ കോൾ, അദ്ദേഹം എന്തായിരുന്നു ആഹ്വാനം ചെയ്തത്? ഗോ ബാക്ക് ടു വേദാസ്. എന്താണ്? ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക. അടുത്തത് ജ്യോതിറാവ് ഫുലെ കണ്ടംപ്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്. അതായത് ഈ ജാതി വ്യവസ്ഥയെ എതിർക്കുകയും വിഡോ റീമാരേജിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത ഒരു റെനൈസൻസ് ലീഡറായിരുന്നു ജ്യോതിറാവ് ഫുലെ. കാസ്റ്റ് സിസ്റ്റത്തിനെ എതിർത്തു, എന്നാൽ വിഡോ റീമാരേജിനെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു. ഹി ആർഗ്യൂഡ് ദാറ്റ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ അപ് ടു 12 ഇയേഴ്സ്. അതായത് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും പിന്നെ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് അദ്ദേഹം വാദിച്ചു. ആൻഡ് ഗേവ് പ്രൈമറി കൺസേൺ ടു ദ എഡ്യൂക്കേഷൻ ഓഫ് ദി വീക്കർ സെക്ഷൻ ആൻഡ് വുമൺ. അദ്ദേഹം പ്രാഥമിക പരിഗണന നൽകിയത് വീക്കർ സെക്ഷൻ അതായത് ദുർബല വിഭാഗങ്ങൾക്കും പിന്നെ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിലായിരുന്നു അല്ലേ? വീക്കർ സെക്ഷൻ എന്ന് വെച്ചാൽ ദുർബല വിഭാഗങ്ങൾക്കും പിന്നെ വുമൺ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിലായിരുന്നു അദ്ദേഹം പ്രാഥമിക പരിഗണന നൽകിയത്, പ്രൈമറി കൺസേൺ എന്ന് വെച്ചാൽ പ്രാഥമിക പരിഗണന. ഫോർ ദീസ് പർപ്പസസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹി ഫൗണ്ടഡ് ദ സത്യശോധക് സമാജ്. അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു? അദ്ദേഹം ഏതാണ് ഫൗണ്ട് ചെയ്തത്? സത്യശോധക് സമാജ് എന്ന ഒരു പ്രസ്ഥാനം അദ്ദേഹം കൊണ്ടുവന്നു. ഏതാണ്? സത്യശോധക് സമാജ്. അപ്പോൾ ഇതിൽ നമ്മൾ 3 പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഇപ്പോൾ പഠിച്ചു, 3 റീഫോം ലീഡേഴ്സിനെ കുറിച്ചും പഠിച്ചു. ആരൊക്കെയാണ്? രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ്, സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ്, പിന്നെ ജ്യോതിറാവ് ഫുലെ സത്യശോധക് സമാജ്. ഓക്കെ, 3 സമാജങ്ങളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ജ്യോതിറാവ് ഫുലെയെ കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നത്? വിഡോ റീമാരേജിനെ പ്രൊമോട്ട് ചെയ്തു, കാസ്റ്റ് സിസ്റ്റത്തിനെ എതിർത്തു. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം കമ്പൾസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ ചിൽഡ്രൻസിന് കൊടുക്കുന്ന 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിനു വേണ്ടി വാദിച്ചു. പിന്നെന്താണ്? എഡ്യൂക്കേഷൻ വീക്കർ സെക്ഷനിലുള്ളവർക്കും സ്ത്രീകൾക്കും എഡ്യൂക്കേഷൻ നൽകുന്നതിനാണ് പ്രാഥമിക പരിഗണന അദ്ദേഹം നൽകിയത്. ഇതിനെല്ലാം വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. അടുത്തത് പണ്ഡിത രമാബായ് ഫൗണ്ടഡ് ആര്യ മഹിളാ സഭ, an organization for the uplift of women. വുമൺസിനെ അതായത് സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, അതായത് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പണ്ഡിത രമാബായ് ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ആര്യ മഹിളാ സഭ. ഏതാണ്? ആര്യ മഹിളാ സഭ.
ഷീ ഫോട്ട് എഗൈൻസ്റ്റ് ദ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ഫേസ്ഡ് ബൈ വുമൺ. അതായത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് എന്ന് വെച്ചാൽ സാമൂഹിക അസമത്വത്തിനെതിരെ അവർ പോരാടി. ആര്? പണ്ഡിത രമാബായ്. ആൻഡ് വർക്ക്ഡ് ടയർലെസ്ലി ഫോർ വുമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ദ എംപവർമെൻറ്റ് ഓഫ് വിഡോസ്. വിഡോസ് അല്ലെങ്കിൽ വിധവകളുടെ എംപവർമെൻറ്റ്, ഉന്നമനത്തിനും പിന്നെ വുമൻസ് എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ട് അവർ എന്താണ് പ്രവർത്തിച്ചു. ആര്? പണ്ഡിത രമാബായ്. അപ്പോൾ പണ്ഡിത രമാബായിയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അവരുടെ പ്രസ്ഥാനം ഏതാണ്? ആര്യ മഹിളാ സഭ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ അപ്ലിഫ്റ്റ് ഓഫ് വുമൻസിന് വേണ്ടിയിട്ട്, വുമൻസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിരുന്നു ആര്യ മഹിളാ സഭ. പിന്നെ അവർ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ഫേസ്ഡ് ബൈ വുമൺ, സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പോരാടി. പിന്നെ വുമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിഡോസിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടും സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അവർ പ്രവർത്തിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. സം ഓഫ് ദി സോഷ്യൽ ഈവൽസ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന കുറച്ച് സാമൂഹിക അനാചാരങ്ങൾ ഏതൊക്കെയായിരുന്നു? അപ്പോൾ അത് നമ്മൾ യൂണിറ്റ് എടുത്തപ്പോൾ പറഞ്ഞതാണ്. ഒന്നാമത്തേതാണ് ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ശൈശവ വിവാഹം. അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ്, വിധവ പുനർവിവാഹ നിഷേധം, വിധവകൾക്ക് പുനർവിവാഹം കഴിക്കുന്നത് നിഷേധിക്കുക. അടുത്ത ഹ്യൂമൻ സാക്രിഫൈസ് എന്ന് വെച്ചാൽ മനുഷ്യരെ ബലി കൊടുക്കുക, ഹ്യൂമൻ സാക്രിഫൈസ് മനുഷ്യബലി. ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, പെൺ ഭ്രൂണഹത്യ. അടുത്തത് സ്ലേവറി, അടിമത്തം. നെക്സ്റ്റ് കേസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ. അടുത്ത ദേവദാസി സിസ്റ്റം, ദേവദാസി സമ്പ്രദായം. അപ്പോൾ ഇത് ഇത്രയുമാണ് സോഷ്യൽ ഈവൽസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ്? ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ്, ഹ്യൂമൻ സാക്രിഫൈസ്, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, സ്ലേവറി, കേസ്റ്റ് സിസ്റ്റം, ദേവദാസി സിസ്റ്റം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദി റിഫോം മൂവ്മെൻറ്റ്സ് ദാറ്റ് കെയിം അപ്പ് ഇൻ ഇന്ത്യ ഇൻ ദ 19th century? അതായത് 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉണ്ടായ റീഫോം മൂവ്മെൻറ്റ്സിൻ്റെ കോമൺ ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ കോമൺ ഫീച്ചേഴ്സാണ് 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ടായ റീഫോം മൂവ്മെൻറ്റ്സിന് ഉണ്ടായിരുന്നത്? ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് നമ്മൾ നമ്പർ ഇട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് 4 വരെ. ദ പ്രൊട്ടസ്റ്റ് എഗൈൻസ്റ്റ് ദ ഈവിൽ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് എന്ന് വെച്ചാൽ ദ പ്രൊട്ടസ്റ്റ് എന്ന് വെച്ചാൽ പ്രതിഷേധം അല്ലെങ്കിൽ എതിർപ്പ്. ഏതിനെതിരെയുള്ള? എഗൈൻസ്റ്റ് ദ ഈവിൽ കസ്റ്റംസ്, അനാചാരങ്ങൾ അല്ലേ, അനാചാരങ്ങൾക്കും ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, അന്ധവിശ്വാസങ്ങൾക്കും. അപ്പോൾ അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും എതിരെയുള്ള ഒരു പ്രതിഷേധം, അതായിരുന്നു ഒന്നാമത്തെ ഫീച്ചർ അല്ലെങ്കിൽ എതിർപ്പ്. ഇതാണ് ഒന്നാമത്തത്, ദ പ്രൊട്ടസ്റ്റ്, എതിർപ്പ്. ഏതിനെതിരെ? എഗെയിൻസ്റ്റ് ദ ഈവിൽ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, ഈവിൽ കസ്റ്റംസിനും പിന്നെ സൂപ്പർസ്റ്റിഷൻസിനും. ഈവിൽ കസ്റ്റംസ് എന്ന് വെച്ചാൽ അനാചാരം, സൂപ്പർസ്റ്റിഷൻസ് എന്ന് വെച്ചാൽ അന്ധവിശ്വാസം. ഇതിനെതിരെയുള്ള എതിർപ്പ്, അതാണ് ഒന്നാമത്തത്. അടുത്ത രണ്ടാമത്തത് ഫ്രീഡം ഓഫ് വുമൺ, സ്ത്രീ സ്വാതന്ത്ര്യം അല്ലേ, ഫ്രീഡം ഓഫ് വുമൺ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം. അടുത്ത സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ. അടുത്തത് സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു അഭിമാന ബോധം എന്ന് പറയാം. സെൻസ് ഓഫ് പ്രൈഡ്, അഭിമാന ബോധം. പ്രൈഡ് എന്ന് വെച്ചാൽ അഭിമാനം, സെൻസ് എന്ന് വെച്ചാൽ ഒരു ബോധം. അപ്പോൾ സെൻസ് ഓഫ് പ്രൈഡ് എന്ന് പറയുമ്പോൾ അഭിമാന ബോധം. എന്തിനെക്കുറിച്ചുള്ളത്? ഓൺ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാന ബോധം. ഇത് 4 എന്തെന്ന് പറയുന്നത് കോമൺ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം. ദ പ്രൊട്ടസ്റ്റ് എഗൈൻസ്റ്റ് ദ ഈവിൽ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, ഫ്രീഡം ഓഫ് വുമൺ, spread of education, sense of pride on Indian culture were the common features of these reform movements came up in the 19th century. Okay. Next, who fought against സതി? സതിക്കെതിരെ പോരാടിയത് ആരാണ്? എന്തെളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ യൂണിറ്റ് പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് അല്ലേ. ആരാണ് ഹൂ ഫോട്ട് അഗൈൻസ്റ്റ് സതി? രാജാറാം മോഹൻ റോയ്. ഹൂ ഫോട്ട് അഗൈൻസ്റ്റ് സതി? രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ടു അബോളിഷ് സതി? സതി നിരോധിച്ച, അബോളിഷ് ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ
ലോർഡ് വില്യം ബെൻറ്റിക്. ലോർഡ് എന്ന് എഴുതാൻ ഞാൻ മറന്നു കേട്ടോ. LORD, ലോർഡ് വില്യം ബെൻറ്റിക് ആണ് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഓക്കെ. അടുത്തത്, ദ ഓർഗനൈസേഷൻ ബ്രഹ്മസമാജ് വാസ് ഫൗണ്ടഡ് ബൈ. ബ്രഹ്മസമാജം എന്ന ഒരു പ്രസ്ഥാനം ഫൗണ്ട് ചെയ്തത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്തത്. അടുത്തത്, ഹു ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദാസ്. ആരാണ് ഗോ ബാക്ക് ടു വേദാസ്, അതായത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്? ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. നെക്സ്റ്റ്, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ, രാജാറാം മോഹൻ റോയ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ്, മാച്ച് കോളം എ വിത്ത് കോളം ബി. കോളം എയിൽ കുറച്ച് ഓർഗനൈസേഷൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. കോളം ബിയിൽ അത് ഫൗണ്ട് ചെയ്ത ആൾക്കാരുടെ പേരും കൊടുത്തിട്ടുണ്ട്. അതിനെ പരസ്പരം മാച്ച് ചെയ്ത് എഴുതണം. നല്ല എളുപ്പമുള്ളതാണ്, നമ്മൾ പഠിച്ചതാണ്. ആര്യ സമാജ്, പിന്നെ സത്യശോധക് സമാജ്, ബ്രഹ്മ സമാജ്, ആര്യ മഹിളാ സഭ, ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ്, അതായത് കോളം ബിയിൽ പറഞ്ഞിട്ടുള്ളത് പണ്ഡിത രമാബായ്, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫുലെ, രാജാറാം മോഹൻ റോയ്. ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ കോളം എയും കോളം ബിയിലുള്ളതിനെയും കറക്റ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, മാച്ച് ചെയ്ത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് എഴുതണം. ഫസ്റ്റ്, ആര്യ സമാജ്. ആര്യ സമാജ് ആരാണ് കണ്ടുപിടിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജ് എന്നൊരു പ്രസ്ഥാനം കൊണ്ടുവന്നത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത്, സത്യശോധക് സമാജ് കൊണ്ടുവന്നത് ജ്യോതിറാവ് ഫുലെ. ജ്യോതിറാവ് ഫുലെ. അടുത്ത, ബ്രഹ്മസമാജ് എന്ന് പറയുന്ന പ്രസ്ഥാനം കൊണ്ടുവന്നത് രാജാറാം മോഹൻ റോയ്. ആര്യ മഹിളാ സഭ ആരാണ്? പണ്ഡിത രമാബായ്. ഓക്കെ. നെക്സ്റ്റ്, നെയിം ദ സോഷ്യൽ റിഫോമർ ഹു ആർഗ്യൂഡ് ദാറ്റ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ അപ് ടു 12 ഇയേഴ്സ്. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് അഭിപ്രായപ്പെട്ട സോഷ്യൽ റിഫോർമർ ആരായിരുന്നു? സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? അതാണ് ക്വസ്റ്റ്യൻ. ജ്യോതിറാവ് ഫുലെ. ആരാണ്? ജ്യോതിറാവ് ഫുലെ. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് വാദിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവ്, സോഷ്യൽ റിഫോർമർ ആയിരുന്നു ജ്യോതിറാവ് ഫുലെ.